ഡൽഹിയിൽ നിന്ന് ഒരു വാക്ക് പോലും ഇവിടെ മിണ്ടി പോരുതെന്നാണ് നമ്മുടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പറയുന്നത്. പിന്നല്ലാണ്ട് ഡൽഹിയിൽ അമ്മാതിരി തിരിച്ചുവരവല്ലേ BJP നടത്തിയത്? കുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് മോദിജി റോക്ക്, മറ്റുള്ളവർ ഷോക്ക്. കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് കോൺഗ്രസും ആം ആദ്മി പാർട്ടിക്കാരും ഒരേ സ്വരത്തിൽ പറഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. പിന്നല്ലാണ്ട് വോട്ടെണ്ണി തുടങ്ങിയപ്പോ പോസ്റ്റൽ വോട്ട് എണ്ണുന്ന സമയത്ത് നമ്മുടെ ആം ആദ്മി പാർട്ടി ആയിരുന്നില്ലേ ലീഡ് ചെയ്തത്? EVM എണ്ണി തുടങ്ങിയപ്പോ ഇഞ്ചോടിഞ്ച് പോരാട്ടം. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിമാരുടെ ഉള്ളിൽ ഒന്നാം തീയതി എന്നുള്ളത് സത്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു ആഘോഷം. എന്റെ അമ്മയെ സത്യപ്രതിജ്ഞയ്ക്കുള്ള സ്റ്റേജ് വരെ നമ്മുടെ ആം ആദ്മി പാർട്ടിക്കാർ റെഡിയാക്കിയില്ലേ. അവിടെ ആഘോഷം, ഇവിടെ വോട്ടെണ്ണൽ, ഇവിടെ വോട്ടെണ്ണൽ, അവിടെ ആഘോഷം. പക്ഷെ അവർക്ക് ആഘോഷിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ആഘോഷം ഇങ്ങനെ മൂത്ത് വന്നപ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏകദേശം ഒരു രൂപം പുറത്തേക്ക് വരാൻ തുടങ്ങി. BJP ലീഡ് ചെയ്യുന്ന സീറ്റുകളുടെ എണ്ണം കുത്തനെ കൂടി. ആം ആദ്മി പാർട്ടി ആണെങ്കിൽ ഒട്ടുമിക്ക സ്ഥലത്തും 3-ാം സ്ഥാനത്ത്. അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനവും സ്റ്റേജ് കെട്ടിരുന്ന സ്ഥലവും ഒക്കെ ഒറ്റയടിക്ക് ശോകമൂകമായി. അങ്ങനെ 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ BJP ഡൽഹി എടുത്തോണ്ട് പോയി സുഹൃത്തുക്കളെ. സാമാന്യ വിജയ് नहीं है, दिल्ली के लोगों ने आपदा को बाहर कर दिया. एक दशक की आपदा से दिल्ली मुक्त हुई. ഇനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു വിലയിരുത്തലാവാം. കേരളത്തിന്റെ കണ്ണി കൂടെ നോക്കുമ്പോ ഇതിനെക്കുറിച്ച് വിശദമായ താത്വികമായ ഒരു അവലോകനം നടത്താൻ പറ്റിയ ഒരേ ഒരാളെ ഇവിടെയുള്ളൂ, അത് ഗോവിന്ദ മാഷാണ്. കനലൊരു തരിയില്ലാത്തോണ്ട് മൂപ്പർക്ക് അതിന്റെ ടെൻഷനും ആവശ്യമില്ല. മാത്രമല്ല ഗോവിന്ദ മാഷിനെ പോലെ ഇത്രയും താത്വികമായിട്ട് അവലോകനം ചെയ്യാൻ ഒരാൾ ഇവിടെ ജനിച്ചിട്ടില്ല. എന്നിട്ട് 0 സീറ്റ് കോൺഗ്രസിനും 24 സീറ്റ് AAPക്കും ലഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ കോൺഗ്രസിനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാക്കുക എന്ന കോൺഗ്രസിന്റെ തന്നെ നിലപാട് ഒരു ഭാഗത്ത്, അതുവഴി BJPക്ക് വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള സൗകര്യം, AAPയെ തോൽപ്പിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് കണ്ടുകൊണ്ടുള്ള നിലപാട് കോൺഗ്രസ് എടുത്തു എന്നുള്ളത് കൊണ്ടാണ് BJP ജയിച്ചത്. മാഷ വിലയിരുത്തലൊക്കെ നടത്തുമ്പോ കുറച്ച് മായത്തിനൊക്കെ വേണട്ടാ. കോൺഗ്രസ് 0-0 എന്ന് പറയുമ്പോ അവരുടെ മനസ്സെന്തോരം വിഷമിക്കുണ്ടാവും. ഈ ഇന്ത്യ മുഴുവൻ നന്നാക്കാൻ വേണ്ടി വെയിലും മഴയും കൊണ്ട് നടന്നവരുടെ സ്ഥിതി എന്താണ്? അവരിത് എങ്ങനെ കേട്ടിക്കുക? അല്ല, കോൺഗ്രസ്സുകാരോടാണ് ഒരു സംശയം ചോദിക്കട്ടെ. നിങ്ങൾ ഞങ്ങളുടെ കോംറേഡ്സിനെ പോലെ കനലൊരു തരിയാളം നടത്താണോ? കോൺഗ്രസും AAPയും കൂടി ചേർന്നിരുന്നുവെങ്കിൽ ഏതാണ്ട് 50% വോട്ടായി തൂത്തുവാരി ജയിക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനം തന്നെ പറയുക, കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും സംസ്ഥാനത്ത് അത് BJPക്ക് അടിയറ വെക്കാൻ നൽകിയ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഉൾപ്പെടെ ആർക്കെതിരായിട്ടാണ് അതിശക്തിയായിട്ടുള്ള വിമർശനം അവിടെ ഉന്നയിച്ചത്. അത് പറഞ്ഞത് പോയിന്റ് ആണ് രാഹുൽജി. നിങ്ങൾക്ക് ആം ആദ്മി പാർട്ടി ആയിട്ട് ഒരുമിച്ച് നിന്നൂടായിരുന്നോ? അപ്പൊ പിന്നെ BJP അധികാരത്തിൽ വരുമായിരുന്നോ? നിങ്ങൾക്ക് ഇത്രയും വലിയ ആനമോട്ട കിട്ടുമായിരുന്നോ? ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി അല്ലേ നിങ്ങള്? അങ്ങനെയല്ലേ എല്ലാരും പറഞ്ഞു നടക്കണത്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ, എന്തെങ്കിലും ഒന്നും മിണ്ടിയോ? അറ്റ്ലീസ്റ്റ് ആ പ്രധാനമന്ത്രി കാര്യങ്ങളും ആലോചിച്ചൂടെ നിങ്ങക്ക്? അത് മുങ്ങി. കുടുംബ പാർട്ടിയിലെ മറ്റേ ആളെന്തേ? പ്രിയങ്ക ഗാന്ധിയെ. പുള്ളിക്കാരിയായിരുന്നല്ലോ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് ഫലം കണ്ടിട്ട് എന്തുട്ടാ തോന്നിയേ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. എന്നോടൊന്നും ചോദിക്കല്ലേ, എനിക്ക് അറിഞ്ഞൂടെ എന്ന് പറഞ്ഞ് കൈമലർത്തി. അതങ്ങനെ വരൂ, അങ്ങനെ സംഭവിക്കൂ. ഇന്ത്യ മുന്നണി ഒന്നിച്ച് നിൽക്കുന്ന അതിനുള്ളൊരവസരം ഇല്ലാതെ പോയത് നിർഭാഗ്യകരം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇന്ത്യ മുന്നണിയിൽ ഉള്ള ഭിന്നിപ്പ് കൊണ്ട്, അതായത് മതേതര പാർട്ടികൾക്ക് ഇടയിലുള്ള ഭിന്നിപ്പ് മാത്രമാണ് BJPയെ അധികാരത്തിലിരുത്തുന്നത്. അതായത് ഇന്ത്യ മുന്നണിയിലെ മുന്നണികൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഘടകകക്ഷികൾക്കൊക്കെ നിങ്ങൾ ഒന്നിച്ച് നിൽക്കാത്തതിൽ എതിർപ്പുണ്ടായിരുന്നു സാരും. അത് പിന്നെ ഞങ്ങൾ ആം ആദ്മി പാർട്ടി വിചാരിച്ച് അധികാരം കിട്ടുകയാണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് മുക്കാലോന്ന്. പിന്നെ കോൺഗ്രസ്സുകാരോടാണ് ആം ആദ്മി പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവരെ തിരുത്തേണ്ടത് നിങ്ങളല്ലേ. അപ്പൊ നിങ്ങൾ എന്തിനാ പറഞ്ഞത്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? 2 കൂട്ടരും കൂടി ചേർന്ന് ആ കാലം അടച്ചപ്പോ സമാധാനമായില്ല. സ്ഥാനാർത്ഥിയാവാൻ തോന്നിയവന്റെ ഒക്കെ 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. അല്ല, ഇവിടെ AAPയുടെ പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കന്മാർ തോറ്റുപോയെന്ന് പറഞ്ഞാൽ അവർക്ക് യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം ഇല്ല. അത് BJPക്ക് അനുകൂലമായ നിലപാട് കോൺഗ്രസ് എടുത്തതിന്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ 50% കിട്ടുമായിരുന്നു, 50% വോട്ട് കിട്ടുമായിരുന്നു അവിടുത്തെ AAPക്കും അതുപോലെ കോൺഗ്രസിനും കൂടി ചേർന്നിട്ട്. അത് പോയി. അവിടുന്ന് പിന്നെ കോൺഗ്രസിനെതിരെ മാത്രല്ലേ നാവ് പൊന്തുള്ളൂ. 62 സീറ്റിൽ നിന്ന് 23 സീറ്റിലേക്ക് ഒതുങ്ങിയ പിന്നെ ഇതിനെ കുറിച്ചൊന്നും പറയാനില്ലല്ലോ അല്ലേ? അല്ല ഗോവിന്ദ മാഷ്, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. പല സ്ഥലത്തും CPIയും CPIMും നമ്മുടെ നോട്ടയ്ക്കും പിന്നിലായിരുന്നു. അതിനെ കുറിച്ച് വേറെ എന്തെങ്കിലും താത്വിക അവലോകനം നടത്താനുണ്ടോ മാഷേ? മനസ്സിലായി.
ഓ നല്ല വിശദീകരണമാണ് എനിക്കറിയാം. ഞങ്ങൾക്ക് അവിടെ വലിയ വോട്ടൊന്നും ഇല്ലാന്നോ ഞാൻ സമ്മതിക്കില്ലേ കൊണ്ടു ഇത്രയല്ലേ കൊണ്ടു. നിങ്ങൾക്ക് ഇവിടെ മാത്രമേ പിടിപാടുള്ളൂ ഇവിടെ എല്ലാവർക്കും അറിയാം. അതല്ല ഗോവിന്ദ മാഷേ, അവിടുത്തെ കാര്യം എടുക്കുമ്പോഴേ നിങ്ങൾ എല്ലാവരും ഇന്ത്യ മുന്നണിയുടെ ആൾക്കാരല്ലേ, അപ്പൊ പിന്നെ കോൺഗ്രസിന്റെ വോട്ടായിരിക്കായിരുന്നു. ഞങ്ങളൊരു കാര്യം വളരെ വ്യക്തമാണ്, ആരാണോ അവിടെ BJPക്ക് എതിരായിട്ട് മത്സരിക്കുന്നത് അവർക്കാണ് CPIM വോട്ട്, അത് കോൺഗ്രസിനല്ല. വ്യക്തമായില്ലേ? വ്യക്തായി നല്ലോണം വ്യക്തായി. ഇന്ത്യ മുന്നണിയൊക്കെ അവിടെ നിൽക്കട്ടെ, അപ്പുറത്തെ ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും ആണെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് അങ്ങോട്ടാണ്, അങ്ങനെയല്ലേ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കേജ്രിവാൾ. ഡൽഹി അഴിമതി കേസിൽ അകത്തായ ആളാണ്. പാലക്കാട് ഡിസ്റ്റിലറി തുടങ്ങാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ചുമതല നൽകിയിരിക്കുന്ന ആൾ. അഴിമതിക്കാരുടെ അവസ്ഥ എന്താകും എന്നുള്ളത് പിണറായി വിജയൻ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. സാറില്ല, ഇത് അവരുടെ കാലാണ്, നമുക്ക് ഇതൊക്കെ നോക്കിക്കാനേ പറ്റുള്ളൂ. അതെ, ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ കഴിഞ്ഞെങ്കിൽ ഒന്നങ്ങോട്ട് മാറിക്കോ, ഞങ്ങളുടെ ജീമാർക്ക് ഭരിക്കണം. കാലത്ത് കാലത്ത് ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. उन्होंने मुझे वोट दिया ना, मैं ये नहीं कर रहा हूँ 42% लोगों में से कुछ लोगों ने मुझे नहीं, मुझे सब ने वोट दिया है, चाहे वो कितने भी % हो, लेकिन सिर्फ बिहार या सिर्फ पूरी इस विधानसभा का नाम होगा, ये मैं करना चाहूँ. അങ്ങനെ ഡൽഹിയിൽ അധികാരത്തിലെത്തിയ ശേഷമുള്ള BJP സർക്കാരിന്റെ ആദ്യത്തെ തീരുമാനം മുസ്തഫാബാദിന്റെ പേര് ശിവപുരി നാക്കി. മേൻഡ്രയ്ക്ക് പണി തുടങ്ങി മക്കളെ. അല്ല, ജിമാര് പ്രവർത്തിക്കാൻ തുടങ്ങിന്ന്. ഇനി ഇതുപോലെ എന്തൊക്കെ മാറ്റം ഉണ്ടാവുന്ന് മോദിജിക്ക് മാത്രമേ അറിയുള്ളൂ. സർക്കാരിന്റെ പുതിയ തീരുമാനം വരുന്നു എന്ന് കേൾക്കുമ്പോ നാട്ടുകാരുടെ നെഞ്ചിൽ തീയാണ്. എന്തിരുട്ടടിയും കൊണ്ടാണോ വരുന്നതെന്നാണ് എല്ലാരും ആലോചിക്കുന്നത്. അങ്ങനെ എല്ലാരും ഒരുപോലെ ഞെട്ടിയ ഒരു തീരുമാനമായിരുന്നു കിഫ്ബി റോഡിലെ ടോൾ പിരിവ്. കിഫ്ബി വരുമ്പോ നാടിന്റെ മുഖച്ഛായ മാറുന്നു പറഞ്ഞിട്ട് നാടിന്റെ അല്ല നാട്ടുകാരുടെ മുഖച്ഛായയാണ് മാറുന്നതെന്നാണ് എല്ലാരും പറയുന്നത്. LDF-നകത്ത് ഈ കാര്യങ്ങളിൽ ആലോചന നടന്നിട്ടുണ്ട്. നേരത്തെ ഇതിനെ തന്നെ ആലോചിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള ഉപരോധം, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വരികയാണ്. കിഫ്ബി വഴിയിൽ നിന്ന് എടുക്കുന്ന ഫണ്ട് അത് സൈറ്റിന്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തുകയാണ്. ഓ, നിങ്ങൾക്കൊക്കെ അപ്പൊ എല്ലാം അറിയായിരുന്നു അല്ലേ? എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കിയിട്ട് നാട്ടുകാർ മാത്രം ഒന്നും അറിഞ്ഞില്ല. കിഫ്ബി ടോൾ പിരിക്കാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. ടോൾ പിരിക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് അറിയിക്കാം. ചർച്ച ചെയ്യേണ്ടി വരുന്ന അയ്യടാ, ഒന്നും അറിയാത്ത പോലെ നിങ്ങളെല്ലാവരും എല്ലാം ചർച്ച ചെയ്ത് നമ്മളൊക്കെ അറിഞ്ഞൂട്ടാ. ചർച്ച ചെയ്ത് തീരുമാനിച്ചില്ലല്ലോ, തീരുമാനം വന്നില്ലല്ലോ, വരട്ടെ, അപ്പൊ നമുക്ക് അറിയിക്കാം. ഇനി LDF-ന്റെ ഭാഗമായിട്ട് തീരുമാനം വരുമ്പോഴും ഞങ്ങളുടെ കൂടി തീരുമാനമായിരിക്കും, അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താ മാഷ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കണത്? കിഫ്ബി ടോള് വരും, ഈ കാര്യങ്ങളൊക്കെ LDF-ൽ സംസാരിച്ചിട്ടുണ്ടെന്ന് LDF-ന്റെ കൺവീനർ തന്നെയല്ലേ സംസാരിച്ചത്. ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് എന്ന രീതിയിൽ ഇത്തരം ടോളിനോട് പൊതുവെ യോജിക്കുന്നില്ല. അതല്ലേ നമ്മൾ മുമ്പെടുത്ത സമീപനം. അതുകൊണ്ടാണല്ലോ ടോളെല്ലാം ഒരു ഘട്ടത്തിൽ ഒഴിവാക്കിയത്. വെയിറ്റ്, രാമകൃഷ്ണൻ സഖാവെ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുകൂടെ ഒന്ന് വ്യക്തത വരുത്തിയേ. LDF-നകത്ത് ഈ കാര്യങ്ങളിൽ ആലോചന നടന്നിട്ടുണ്ട്. മുന്നണി ചർച്ച ചെയ്തിരുന്നില്ല. ഇല്ല. LDF-നകത്ത് ഈ കാര്യങ്ങളിൽ ആലോചന നടന്നിട്ടുണ്ട്. മുന്നണിയിൽ ഈ കാര്യം വിശദമായി ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് കാര്യം. ഞങ്ങളുടെ പാർട്ടി എല്ലാവരും ഒരേ ഐക്യാണ്, ഒരേ തീരുമാനമാണ്, കേഡർ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്നവരുടെ തനി സ്വരൂപം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തു വരും. ബ്രൂവറി കാര്യത്തില് പാർട്ടിക്കകത്ത് ഭിന്നത ഉള്ളത് പോലെ തന്നെ ടോൾ പിരിവിന്റെ കാര്യത്തിലും പാർട്ടിക്കകത്ത് രണ്ട് അഭിപ്രായം ഉണ്ട് എന്ന് സാരം. നിങ്ങൾ തല്ലുണ്ടാക്കേ സോൾവാക്കേ എന്തൂട്ടച്ച ചെയ്തോ, നമ്മള് സാധാരണക്കാർക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഇനിയും ഇരുട്ടടി താങ്ങാനുള്ള ശേഷി നമുക്ക് ഇല്ലാട്ടാ. ഇടയ്ക്ക് അതൊന്നും ഓർക്കുകയാണെങ്കിൽ വലിയ ഉപകാരം.